വീൽ ചെയറിന്റെ കാര്യം നമുക്ക് റെഡിയാക്കാം മാക്സിമം കേട്ടോ. ഈ വണ്ടിക്കകത്ത് ഇനി ഓടി കിടന്ന് വിൽക്കണം ടിക്കറ്റ് കേട്ടാ. ഒന്ന് പിടിച്ച്. സന്തോഷമായി അല്ലേ? പതുക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ടാക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് പോകും, ഫ്രണ്ടിലോട്ട് പോകും, ബൈക്കിലോട്ട് വരുന്നുണ്ടാ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ പൂച്ചാക്കലാണ്. നിങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടതാണ് റോഡരികിൽ ഒരു കടയുടെ ഫ്രണ്ടിലായിട്ട് പാ വിരിച്ചിട്ട് ലോട്ടറി കച്ചവടം ചെയ്യുന്ന രമേശൻ ചേട്ടൻ്റെ കാഴ്ചകൾ. അപ്പം രമേശൻ ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വാക്കായിരുന്നു രമേശൻ ചേട്ടൻ ഒരു വീൽ ചെയർ കൊടുക്കാമെന്ന്. അങ്ങനെ ആ ഒരു വീൽ ചെയർ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീൽ ചെയർ നമ്മൾ കൊടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി, സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ടൈമിലായിരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ കുറച്ച് തുക മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ആ ഒരു അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നല്ല മനസ്സിലുടമകളായിട്ടുള്ള 2-3 പേര് എൻ്റെയോടൊപ്പം നിൽക്കുകയുണ്ടായി. അങ്ങനെ ഞാനും അവരും എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ വീൽ ചെയർ ബുക്ക് ചെയ്ത്, ഇത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പൂച്ചാക്കൽ ഷാമിലി ചേച്ചിയുടെ വീട്ടിലാണ്. ഞാൻ രമേശ് ചേട്ടൻ്റെ പരിചയപ്പെടുന്നതെന്ന് പറയുന്നത് ഷാമിലി ചേച്ചിയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി വരുമ്പം ഷാമിലി ചേച്ചിയാണ് എന്നോട് രമേശൻ ചേട്ടൻ്റെ കാര്യങ്ങൾ പറയുകയും അവിടെ പോവുകയുണ്ടായത്. അന്ന് ചേട്ടനോട് വാക്ക് പറഞ്ഞിരുന്നു ഒരു വീൽ ചെയർ കൊടുക്കാമെന്ന്. അങ്ങനെ നമ്മുടെ ആ ഒരു വീൽ ചെയർ ഇന്ന് എത്തിയിട്ടുണ്ട്. ഇന്നല്ല, 2 ദിവസമായി വന്നിട്ടല്ലേ. 2 ദിവസമായി വന്ന് ഞാൻ ഡയറക്റ്റ് ഷാമിലി ചേച്ചിയുടെ വീട്ടിലേക്കാണ് വീൽ ചെയർ ഓർഡർ ചെയ്തത്. അപ്പം ഇന്നിവിടെ വന്നിട്ട് ഞാൻ തന്നെ ഇത് സെറ്റ് ചെയ്തു. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഈ ഒരു വീൽ ചെയർ എത്തിച്ചു തരുന്നത് ട്രാവൻകൂർ റിഹാബ്സ്, നമ്മുടെ ഒരു സുഹൃത്ത് ആഷിഖാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള ഒരു കുറച്ച് ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വരാൻ പറ്റിയില്ല. അങ്ങനെ പുള്ളിക്കാരൻ എനിക്ക് വിളിച്ചു പറഞ്ഞു. ആ പറഞ്ഞ രീതിയിൽ ഞാൻ വീൽ ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. രമേശ് ചേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചു ഒന്നാണ് ഈ ഒരു വീൽ ചെയർ. കാരണം അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടത് ഈ ഒരു വീൽ ചെയർ തന്നെ അല്ലേ ചേച്ചി? അപ്പം ആരോ ഒരു പഴയ വീൽ ചെയർ കൊടുത്തിരുന്നു, അത് ഇലക്ട്രിക് അല്ല. അപ്പോൾ ഇനി ഈ ഒരു വീൽ ചെയർ എന്ന് പറയുന്നത് ലോട്ടറി വിൽക്കാനായിട്ട് ഒരുപാട് ഉപകാരമാകുന്നൊരു വീൽ ചെയറാണ്. അദ്ദേഹത്തിന് ഈ ഒരു വണ്ടിയിൽ ഇനി ലോട്ടറി വിൽക്കാം. അങ്ങനെ നമ്മളിത് കൊടുക്കുകയാണ്. അപ്പം ഷാമിലി ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഇതിനു വേണ്ടി കുറച്ച് എഫേർട്ട് എടുത്തു കേട്ടോ. കാരണം എൻ്റെ അടുക്ക പുള്ളിക്കാരനെ കുറിച്ച് പറയുകയും ചെയ്തു. ഈ സാധനം ഇന്ന് കഴിഞ്ഞ ദിവസം വന്നു, ചേട്ടനൊക്കെ കൂടെ നല്ല വെയിറ്റാണിത്, പൊക്കി വീട്ടിൽ വെച്ചു. ഇത് ഞാൻ വരാതെ പൊട്ടിച്ചില്ല, ഇപ്പോൾ പൊട്ടിച്ചു, എല്ലാം സെറ്റ് ചെയ്തു, നമ്മൾ കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് ആ ഒരു സന്തോഷ നിമിഷം പങ്കുവയ്ക്കുകയും കൂടെയാണ് കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടാ ഇന്ന് പായൊന്നും ഇല്ല ഇവിടെ കച്ചവടം ചെയ്യാൻ? എന്താ എടുക്കാൻ? അതുകൊണ്ട് എടുത്തോണ്ട് വന്നില്ലേ? ഇന്ന് ലോട്ടറി ഒന്നും വിറ്റ് തീർന്നില്ലേ? 4 കൂടെ ഉണ്ടോ? ഇനി വരുമ്പോ ഒരു ഇലക്ട്രിക് വീൽ ചെയർ. ഈ വണ്ടിയാണോ ആഗ്രഹിച്ചത്? ഇതുപോലത്തെ വണ്ടിയല്ലേ? ഇനിയിപ്പോ ഓടിച്ചു പോകാമല്ലോ ഇതിനകത്ത്. സന്തോഷമായോ? അപ്പൊ ഇതിനകത്ത് ഞങ്ങളൊന്ന് കയറ്റി ഇരുത്തട്ടെ വണ്ടിക്കകത്ത്. ആ, അപ്പോൾ ഇനി ഈ വണ്ടിക്കകത്ത് ഇനി ഓടി കിടന്ന് വിൽക്കണം ടിക്കറ്റ് കേട്ടാ. പതുക്കെ പിടിച്ചോ, ഒന്ന് പിടിച്ചു. സന്തോഷമായി അല്ലേ? ഇരിക്കാൻ പറ്റുക? ഇങ്ങനെ കയറിയിരിക്കണം. കയറി ഇരുന്നിട്ട് കൈ ഇങ്ങോട്ടൊന്ന് ഈ ബെൽറ്റ് ഉണ്ടോ? അപ്പോൾ രമേശൻ ചേട്ടൻ്റെ കൈകളിലേക്ക് നമ്മുടെ വീൽ ചെയർ കൊടുത്തിരിക്കുകയാണ്. നമ്മളെ തൂറി നമ്മളെ എന്താ സമ്മാനിച്ചിരിക്കുകയാണ് കേട്ടോ. നല്ലതാണ്, നല്ല ഐശ്വര്യമാണ്. അപ്പം ഇവിടെ എല്ലാം ആയിട്ടുണ്ട് അല്ലേ? അപ്പം ഈ ഒരു വീൽ ചെയറിന്റെ ഈ സൈഡിലായിരുന്നു കൺട്രോളിങ് വന്നിട്ടുള്ളത്. അത് നമ്മൾ രമേശ് ചേട്ടൻ്റെ വലത്ത് കൈക്ക് സ്വാധീനമില്ലാത്തതുകൊണ്ട് തന്നെ ഇടത്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കണം, ഞാൻ പറഞ്ഞു തരുക. ഇത് പിടിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ടാക്കുമ്പോൾ വിട്ടെ. ഓഫാണോ? ബാറ്ററി ഓൺ ആക്കിയില്ലേ? ആ, ഇത് ഓൺ ചെയ്യണം. ഇങ്ങോട്ട് നോക്ക്, ഇത് കണ്ടോ? ഇവിടെ ഇങ്ങനെ ഓൺ ചെയ്യണം. ഇവിടെ ഫസ്റ്റ് അത് ഓൺ ചെയ്യണം. ഇത് ഓഫ് കണ്ടോ? ഇതിപ്പോൾ ഓണായി, ഓഫായി. ആരെങ്കിലും വരുവാണെങ്കിൽ ഇതേ ഫോൺ അടിക്കണം. ഇങ്ങോട്ട് നോക്കണം, ഇങ്ങനെ നേരെ ഇരിക്കണം, ഈ കൈയായിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കണം, ഫ്രണ്ടിലോട്ട് നോക്കിയിരിക്കണം. എന്നിട്ട് ഇതിൽ പിടിച്ചത് കണ്ട പതുക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ടാക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് പോകും. ഇങ്ങോട്ട് നോക്ക്, ഫ്രണ്ടിലോട്ട് പോകും കണ്ടോ? ഇതിൻ്റെ നേരെ പുറമോട്ടാക്കുമ്പോൾ പുറമോട്ട് പോകും കണ്ടോ? അപ്പം രമേശൻ ചേട്ടന് നേരെ പോകണമെങ്കിൽ ഇതിലിങ്ങനെ നേരെ ആക്കി കഴിഞ്ഞാൽ നേരെ പോകും. വലത്തോട്ട് പോകണമെങ്കിൽ ഇതിങ്ങനെ വലത്തോട്ടാക്കണം.
വീടിനകത്ത് വണ്ടി കയറത്തില്ലേ ചേട്ടാ? അപ്പം ഈ ഞാനേ ഇപ്പം ഞാൻ പോയാലും നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ കക്ഷി കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി ഉഷാറാവും. അപ്പോൾ കച്ചവടമൊക്കെ ഉഷാറാവും കേട്ടോ. അപ്പോൾ ഈ മോളെ മറന്നു പോകില്ല കേട്ടോ ചേച്ചി വന്നേ. ഈ മോള് കാരണമാണ് ഞാൻ രമേശ് ചേട്ടൻ്റെ കാര്യം അറിയുന്നത് കേട്ടോ. ആ അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഒരു വീൽ ചെയർ സന്തോഷത്തോടു കൂടി തന്നെ രമേശ് ചേട്ടൻ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഹാപ്പി അല്ലേ? ആ കയറ്റിയൊക്കെ വിട്ടുതരാം, പേടിച്ചിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ രമേശ് ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൊട്ട് ഫ്രണ്ടേ വന്ന് ബാക്കിൽ ഒരു ഓട്ടോയ്ക്കകത്ത് ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീൽ ചെയർ ഇതിനകത്തോട്ട് ഞങ്ങൾ സെറ്റാക്കി എല്ലാം കൊണ്ടുവന്നിങ്ങി. ഇതിനകത്ത് വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എൻ്റെ നമ്പറില്ലേ ചേച്ചിയുടെ കയ്യിൽ? ആ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. ആ അത് തന്നെ. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് ഇപ്പം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാക്ക്. അപ്പോൾ ഇതിൻ്റെ മടക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. വീഡിയോ നോക്കിയാൽ മതി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ.